ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഒന്നാം ക്ലാസ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ മദ്രസ വിദ്യാർത്ഥികൾക്ക് രണ്ടാമത്തെ ചാപ്റ്റർ അദ്ദറസു സാനി രണ്ടാമത്തെ ചാപ്റ്റർ, അതായത് രണ്ടാമത്തെ യൂണിറ്റ് അങ്ങനെയൊക്കെ പറയാം ആയിട്ട് വരുന്നത് എന്താണ്? നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ കൂടെ നമ്മൾ ആ ഉ ഇ മനസ്സിലാക്കി. അപ്പോൾ അതിനോടനുബന്ധിച്ച് നമുക്ക് പഠിക്കേണ്ട ഒരക്ഷരമാണ് ഇ. അപ്പോൾ ഇവിടെ എന്താ ചിത്രത്തിൽ വന്നത്? ഹെഡ് അല്ലേ, തല. അപ്പം അതിന് ഈ അറബിയിൽ പറയാ റഅസ്. എന്താ പറയാ? റഅസ്. എന്ന് പറയുമ്പോൾ നമുക്ക് മുഴക്കമുള്ള അക്ഷരമായിട്ടാണ് വരിക. അപ്പം അത് റഅസ് ചേർത്ത് പറയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഉച്ചാരണം ശരിക്കും മനസ്സിലാവും. നമ്മൾ ഒറ്റക്ക് പറയുമ്പോൾ എന്ന് പറയും. അപ്പോൾ റഅസ് മനസ്സിലാക്കുക. റഅസുൻ. അപ്പോൾ ഇവിടെ റെഡ് കളറിൽ വന്നു. ബഅസുൻ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ മേലെ നൽകിയ സുക്കൂന് എല്ലാവരും മനസ്സിലാക്കണം. മനസ്സിലായില്ലേ? ഇവിടെ വന്നത് ഫുൾ റൗണ്ടായിട്ടുള്ള സുക്കൂനാണ്. ഇവിടെ വരുന്നത് ഇങ്ങനെ. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കുക. ഇവിടെ അലിഫിൻ്റെ മുകളിൽ ഹാഇൻ്റെ തലഭാഗം പോലെ ഒരു സുക്കൂന്. മുകളിൽ നമ്മൾ കണ്ടത് റൗണ്ട് പോലെ ഇടുന്ന സുക്കൂന്. അപ്പോൾ ഇവിടെ രണ്ടും സുക്കൂന് തന്നെയാണ്. അപ്പോൾ നമുക്ക് ഇത് എന്നാണ് രണ്ടും വായിക്കുക. അപ്പോൾ റഅസുൻ. അടുത്തത് ബഅസുൻ. നെക്സ്റ്റ് ഫഅസുൻ. അപ്പോൾ ബഅസുൻ എന്നിടത്തും എന്താണ്? അലിഫിൻ്റെ മുകളിൽ ബാഇനോട് ചേർത്ത് അലിഫിൻ്റെ മുകളിൽ ഹംസയും സുക്കൂനും. ഫാഇനോടും അതുപോലെ അലിഫിട്ടിട്ട് അതിൻ്റെ മേലെ ഹംസയും സുക്കൂനും. അപ്പോൾ എന്താണ്? ഫഅസുൻ. ഒക്കെ ഒരുപോലെയാണ് വരുന്നത്. അപ്പോൾ മനസ്സിലാക്കുക. എന്ന അക്ഷരം ഒറ്റക്ക് എഴുതൂല. ഇവിടെ ആ ഇ ഉ, പിന്നെ നമുക്കവിടെ ബ എന്നാണ് വന്നത്. അങ്ങനെ ഒരക്ഷരം ഹർക്കത്തുള്ളൊരക്ഷരത്തോട് ചേർത്തിട്ടാണ് എന്ന അക്ഷരം വരിക. അപ്പോൾ അതുപോലെയാണ് ഇവിടെയൊക്കെ റഅസുൻ, ബഅസുൻ, ഫഅസുൻ എന്നത് വന്നത്. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. ഒന്നും കൂടെ വായിക്കാം. റഅസുൻ, ബഅസുൻ, ഫഅസുൻ. താഴെ അക്ഷരങ്ങൾ വന്നത് എന്താണ്? ആ ഉ ഇ ബ. അപ്പോൾ ഇവിടെയൊക്കെ റെഡ് കളറിൽ വന്നത് എന്താണ്? ഫതഹ, ലമ്മ, കസറ, സുക്കൂന്. ആ ഉ ഇ ബ. ഫതഹ, ലമ്മ, കസറ, സുക്കൂന് രണ്ട് രീതിയിൽ. അപ്പോൾ രണ്ട് രീതിയും സുക്കൂന് തന്നെയാണ്. അപ്പോൾ ഈ രീതിയാണ് നമ്മുടെ ഖുർആൻ എഴുത്ത് രീതിയിൽ വരുന്നത്. അപ്പോൾ അത് എല്ലാവരും നന്നായി മനസ്സിലാക്കുക. രണ്ട് രീതിയിലും സുക്കൂനുകൾ ഇടുന്നതും ഉച്ചാരണം വരുന്നതൊക്കെ മനസ്സിലാക്കുക. അപ്പോൾ ഫത്തഹകളെ കുറിച്ചിട്ട് ഹർക്കത്തുകളെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് ദിവസം മുമ്പ് ഒരു വീഡിയോ ചെയ്തിരുന്നു. അതിൽ ഉച്ചാരണങ്ങളൊക്കെ നന്നായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ വീഡിയോ കണ്ട് മനസ്സിലാക്കുക. നമ്മൾ ആദ്യം ഫത്തഹ്, ലൊമ്മ്, കസറ്, സുക്കൂന് അങ്ങനെയൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ നമ്മളത് ഫത്തഹ, ലൊമ്മ, കസ്ര, സുക്കൂന് അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ അത് നന്നായി മനസ്സിലാക്കുക. നെക്ര വായിക്കാനാണ് നമ്മൾ പഠിച്ചില്ലേ? ആ ഉ ഇ ബ
ബ. മനസ്സിലാക്കട്ടാ. ഇവിടെ രണ്ട് രീതിയിൽ സുക്കൂന് വന്നിട്ടുള്ള ഉച്ചാരണം മനസ്സിലാക്കണം. ബ, ആ, ഉ, ഇ, ബ, ബ, ഇവിടെ ബ, ബ, ഇവിടെ ബ, മനസ്സിലാക്കണം കേട്ടോ. ഇനി എന്താണ്, ഖുറാനിൽ നിന്നുള്ള ഒരു വേർഡ്സാണ്. അതിൽ നമ്മൾ അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കുക കേട്ടോ. ദറഇന, ദറഇന, ദറഇന. അപ്പോൾ ഇവിടെ വന്നത് നിങ്ങൾ കണ്ടെത്തി അണ്ടർലൈൻ ചെയ്യണം. ഇതല്ലേ ഇവിടെ വന്നല്ലേ. അടുത്തതോ ബിറസി, ബിറസി ഇവിടെ ഉണ്ട് അല്ലേ. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. പിന്നെ അടുത്തതിലോ അ, ഹംസ ഫതഹ് വന്ന് ആ അല്ലേ. വജീഅ, വജീഅ ഇവിടെ അവസാനം വന്നു. ആ അവസാനാണ് വന്നത്. അടുത്തതോ സൗ അത്ത, സൗ അത്ത ആ. അപ്പോൾ ഇവിടെയൊക്കെ വജീഅ എന്നതിൽ ഈ സുക്കൂൻ നമ്മളിവിടെ ഉച്ചാരണത്തിൽ വരൂല, മനസ്സിലാക്കുക. വജീഅ ഇവിടെ നമ്മൾ സൗ അത്ത ഇവിടെ ഉച്ചാരണത്തിൽ വരും, മനസ്സിലാക്കുക കേട്ടോ. സൗ അത്ത. അടുത്തത് എന്താണ്, ഹംസ ഇട്ട് ഹർക്കത്ത് കസ്ര നൽകിയിട്ടുള്ള ഇ എന്നതാണ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. ബിസൂഇ, ബിസൂഇ. അപ്പോൾ ഇവിടെ ഇ അവസാനത്തിൽ വന്നു. അപ്പോൾ ഇതൊന്നും കുട്ടികൾ വായിക്കൊന്നും വേണ്ട. ഇവിടെ ഹംസ തിരിച്ചറിഞ്ഞ് കസ്ര നൽകിയത് അണ്ടർലൈൻ ചെയ്യുകയാണ് വേണ്ടത്. ഇവിടെ അശ്ശിതാഇ, അശ്ശിതാഇ ഇവിടെ അവസാനത്തിൽ ഇ വന്നു. അപ്പോൾ അതൊക്കെ മനസ്സിലാക്കുക. നമുക്കിതിൻ്റെ വർക്ക് ബുക്ക് ഒന്ന് നോക്കാം. അപ്പോൾ ഇവിടെ വർക്ക് റസ്, റസ്. പിന്നെന്താണ് വരുന്നത്, അടുത്ത വർക്ക് എന്താണ് ഇവിടെ നിങ്ങൾക്ക് വരുന്നത്, താഴെ കള്ളികളിൽ ബോക്സുകളിലായിട്ട് ഹംസയും അലിഫും നൽകുന്നുണ്ട്. ഹംസയും അലിഫും നൽകുന്നുണ്ട്. നിറം നൽകിയ ഹംസയും അലിഫും. അതിൽ നമ്മൾ ഏതാണ് ഹംസ ഏതാണ് അലിഫ് എന്ന് നമുക്ക് തിരിച്ചറിയാം. ഇവിടെ ഹംസകൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ തിരിച്ചറിഞ്ഞൊന്ന് ഒക്കെ വായിക്കാം. ഹംസ, ഹംസ, അലിഫ്, ഹംസ, അലിഫ്. അപ്പോൾ എത്ര ഹംസകൾ നമ്മൾ കണ്ടു, 3 ഹംസകൾ നമ്മൾ കണ്ടു, മനസ്സിലായില്ല. 2 അലിഫാണ്. അപ്പോൾ അതാണ് നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത്. നിറം നൽകിയ ഈ ബോക്സിൽ നിറം നൽകിയ അക്ഷരങ്ങളിൽ ഹംസ മനസ്സിലാക്കാനാണ്. അപ്പോൾ ഹംസ, ഹംസ, ഹംസ ഇത് 2 അലിഫാണ്, മനസ്സിലാക്കട്ടോ. അടുത്തത് എന്താണ്, അടുത്ത നമുക്ക് വരുന്ന വർക്ക് എന്താണ്, ആ. ഇവിടെ താഴെയുള്ള ഓരോ കള്ളികളിൽ വന്ന വേർഡ്സുകളിൽ നിന്ന് ആ കണ്ടെത്തിയിട്ട് വട്ടം വരച്ചു കൊടുക്കണം, മനസ്സിലാക്കുക. വട്ടം വരയ്ക്കുക. അപ്പോൾ ഇവിടെ സ അല, സ അല സീനിനോട് ചേർത്ത് ആ എഴുതിയത് മനസ്സിലാക്കുക. സ അല. അപ്പോൾ നിങ്ങൾ അക്ഷരങ്ങളൊക്കെ LKG UKG അറബി പഠിച്ച് വന്നത് ആയിരിക്കൂല. അപ്പോൾ എല്ലാവരും അക്ഷരങ്ങൾ അറിയൂല. അപ്പോൾ സീനിനോട് ചേർത്ത് ആ എഴുതിയതാണ് സ അല. അപ്പോൾ നമുക്കിവിടെ ആ റൗണ്ട് ചെയ്യാം, മനസ്സിലാക്കുക. ഇനി റ ആ, റ ആ. അപ്പോൾ ഇവിടെ ആ വന്നത് ഇവിടെ വട്ടം വരയ്ക്കുക. അടുത്തതാ അദബുൻ, അദബുൻ നമുക്ക് വട്ടം വരച്ചു കൊടുക്കാം. അടുത്തതാ ബദ അ. അപ്പോൾ നമുക്ക് അവിടെയും വട്ടം വരയ്ക്കാം. ഇനി അടുത്തത് വന്നത് ചതുരം വരയ്ക്കാനാണ്. ഈക്ക് ചതുരം വരയ്ക്കണം. അപ്പോൾ ഇവിടെ ഇയ്യാക്ക ഫസ്റ്റ് തന്നെ വന്നു, ഇയ്യാക്ക. അപ്പോൾ ഇവിടെ നമുക്ക് ചതുരം, വട്ടവും ചതുരവും ക്ലിയറായിട്ട് മനസ്സിലാകുന്ന രീതിയിൽ വരയ്ക്കണം കേട്ടോ. അടുത്തത് ഇബുത്തുൻ, ഇബുത്തുൻ. അപ്പോൾ അതും നന്നായിട്ട് തന്നെ ചതുരം വരയ്ക്കുക. അപ്പോൾ ഇത് വട്ടം വരയ്ക്കുന്നതും ചതുരം വരയ്ക്കുന്നതും ഈ ശരിയായ രീതിയിലാവണം. എക്സാമിന് വരുമ്പം ചതുരം വരയ്ക്കേണ്ടടുത്ത് വട്ടം പോലെ വരച്ചാൽ
ശരിയിട്ട് തരൂല. ചില ഉസ്താദന്മാർ പാവല്ലേ, കുഞ്ഞു മക്കളല്ലേ എന്നൊക്കെ വിചാരിച്ച് ചില ഉസ്താദന്മാർ ഇട്ട് തരും. ചില ഉസ്താദന്മാർ നിയമം തന്നെ നോക്കും. അപ്പോൾ അത് മനസ്സിലാക്കട്ടാ. ചതുരം വരയ്ക്കുന്നതും വട്ടം വരയ്ക്കുന്നതും മനസ്സിലാക്കുക. അടുത്ത ഇഫ്കുൻ. ഇഫ്കുൻ എന്നതിൽ ആദ്യത്തെ. അപ്പോൾ അത് നന്നായിട്ട് ചതുരം ക്ലിയറായിട്ട് തന്നെ വരയ്ക്കാം. അടുത്തതാ ഇൻസുൻ. അതുപോലെ തന്നെ ക്ലിയറായിട്ട് വരയ്ക്കാം. ഇബിലുൻ. അപ്പോൾ അത് അങ്ങനെ വൃത്തിയിൽ ചതുരം വരച്ച് കൊടുക്കട്ടോ. അടുത്ത ഇനി നിറം നൽകാനാണ്. ഇവിടെ ഏതാക്ഷരം വന്നത്? ഉ. ഉ. അപ്പോൾ നമ്മൾ ആദ്യം അലിഫിന് നിറം നൽകുക, പിന്നെ ഹംസക്ക് നൽകുക, പിന്നെ ലൊമ്മക്ക് നൽകുക. അതുപോലെ അടുത്തതും ഉ. അടുത്ത് ഇ. ഇ ആകുമ്പോൾ അലിഫിന് നൽകുക, ഹംസക്ക് നൽകുക, കസ്റക്ക് നൽകുക. ഇ. ഇ. അപ്പോൾ ഇത്രയും വർക്കുകൾ ചെയ്താൽ ഇവിടെ മാർക്കുണ്ട് കേട്ടോ. നിങ്ങൾക്ക് ഉസ്താദ് അത് നൽകും. അടുത്തെന്താണ്? നെഹ്ദി. നമുക്ക് ഈ ആനയുടെ അടുത്തേക്ക് എത്താൻ സഹായിക്കണം. ഇത് വലിയ ആന, അത് കുഞ്ഞാന. അപ്പോൾ ഈ കുഞ്ഞിനെ വലിയ ആനയുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുക. അപ്പോൾ അതിന് നമ്മൾ ഇതിൻ്റെ മുകളിലൂടെ ഇങ്ങനെ വരയ്ക്കുക. ഇങ്ങനെ വരച്ചു കൊടുക്കുക കേട്ടോ. മനസ്സിലായില്ല? അപ്പോൾ അത് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. ഇനി അടുത്ത് നെർസും. ഇതിൻ്റെ ഡോട്ടുമിലൂടെ എഴുതി പഠിക്കാനാണ്. മനസ്സിലാക്കുക. ഇങ്ങനെ താഴോട്ട് എഴുതുക. ഹംസ ഇടുക, ഫത്തഹ. അ. ഉ. ഉ. ഇ. ഉൻ. ഇവിടെ ലൊമ്മകൾ 2 ഉണ്ട്. മനസ്സിലാക്കുക. അപ്പോൾ അത് എഴുതുന്ന രീതി ആദ്യം സാധാ ഒരു ലൊമ്മ ഇടുക. മനസ്സിലാക്കുക. എന്നിട്ട് മുകളിലൂടെ സി പോലെ ഇങ്ങോട്ട് ഇടുക. ഇങ്ങനെ ഇത് തന്നെ 2 രീതിയിലിടുന്ന ലൊമ്മകളുണ്ട്. അപ്പോൾ അത് ഇവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നില്ല. ഇപ്പം നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഈ 2 ലൊമ്മകളാണ്. ഉൻ. ഉൻ. തൻവീനാണിത്. 2 ഇടുമ്പോൾ തൻവീൻ എന്നാണ് പറയാം. തൻവീൻ എന്നാൽ ഇവിടെ എഴുത്തിൽ നൂനില്ല, പക്ഷെ നമ്മൾ പറയുമ്പോൾ അവിടെ നൂന് വരും. ഉൻ. അൻ. ഇൻ. ഉൻ. മനസ്സിലാക്കട്ടാ. അപ്പോൾ അതാണ് തൻവീൻ. ഇനി നക്തൂബ് എഴുതാനാണ്. ഇത് പകർത്തി താഴോട്ട് എഴുതണം. അപ്പോൾ പറഞ്ഞ് എഴുതുക. ഫസ്റ്റ് അ. അലിഫ് എഴുതുക, ഹംസ ഫത്തഹ്. അ. അലിഫ് എഴുതുക, ഹംസ ലൊമ്മ്. ഉ. അലിഫ് എഴുതുക, ഹംസ കസ്റ. ഇ. ഹംസ ഫത്തഹ്. അ. ഹംസ ലൊമ്മ്. ഉ. ഹംസ കസ്റ. ഇ. അപ്പോൾ അത് വൃത്തിയിൽ എഴുതുക. ഈ ബുക്കിൽ എഴുതുന്നത് കൂടാതെ നിങ്ങൾ റഫായിട്ട് എല്ലാവരും എഴുതി നന്നായിട്ട് പഠിക്കുക. ഓക്കെ. ഇനിയാ നുൻഷിദ് ഒരു പാട്ടാണല്ലേ നമുക്കിവിടെ വന്നത്. എന്താണ് ഇത്? ഈ റൗണ്ടിലുള്ള കളർ ഏതാണ്? റെഡ്. അപ്പോൾ റെഡ് പറഞ്ഞു അ അ ആ. ഇവിടെ റൗണ്ടിൽ യെല്ലോ. യെല്ലോ പറഞ്ഞു ഉ ഉ ഉ. ഈ റൗണ്ടിൽ ഗ്രീന്. ഗ്രീന് പറഞ്ഞു ഇ ഇ ഇ. ഒന്നും കൂടെ പാടാം. റെഡ് പറഞ്ഞു അ അ ആ. യെല്ലോ പറഞ്ഞു ഉ ഉ ഉ. ഗ്രീൻ പറഞ്ഞു ഇ ഇ ഇ. അപ്പം എല്ലാവരും നന്നായി മനസ്സിലാക്കി പഠിക്കുക. അപ്പം ഇത്രയാണ് 2ാമത്തെ ചാപ്റ്റർ റഅസ് എന്ന പാഠത്തിൻ്റെ വർക്കുകൾ വരുന്നത്. എല്ലാവരും മനസ്സിലാക്കി ചെയ്യുക. അപ്പോൾ ഇതൊക്കെ കൂടുതലും ക്ലാസ്സിൽ നിന്ന് തന്നെയാണ് ഈ വർക്കുകളൊക്കെ കംപ്ലീറ്റ് ആക്കുക. പിന്നെ വീട്ടിലേക്ക് തരുന്നവർ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. എല്ലാം കൂടെ മദ്രസയിൽ ക്ലാസ്സിൻ്റെ കൂടെ സമയം ഉണ്ടാവില്ല. അപ്പോൾ അതായിരിക്കും അധിക പേർക്കും വർക്കായിട്ട് വീട്ടിലേക്കായിരിക്കും തരിക, ഹോംവർക്കൊക്കെ ആയിട്ട്. അപ്പോൾ എല്ലാവരും വീഡിയോ ഉപകാരപ്പെടുത്തി നന്നായി മനസ്സിലാക്കി ചെയ്യാൻ പഠിക്കുക. അന്നന്ന് എടുക്കുന്ന പാഠങ്ങൾ അന്നന്ന് തന്നെ പഠിച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ മുന്നോട്ട് പോകാൻ കഴിയും. അപ്പോൾ ഞാൻ എൻ്റെ ഇന്നത്തെ വീഡിയോയുടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത പാഠവുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.